ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Chillies. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഡിന്നറിനാണെങ്കിലും 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിഷാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒന്നുകൂടെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട മാവ് കുഴച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് മൈദ മാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മൈദമാവാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇളം ചൂടുവെള്ളമാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിഷിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കേണ്ടത്. മുഴുവനായിട്ട് ഞാനിവിടെ 3/4 കപ്പിനടുത്ത് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളം കുറച്ചായി ചേർക്കുമ്പോൾ എപ്പോഴാണോ ഈ മാവ് ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാവുന്നത് അതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കണം. എല്ലാം ഇതുപോലെ കുഴച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പരുവത്തിലുള്ള മാവിൽ ഓയിലും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മാവ് എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രത്തോളം സോഫ്റ്റായ മാവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നല്ലവണ്ണം കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവിൻ്റെ മുകളിലൂടെ കുറച്ചൊന്ന് ഓയിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നമുക്ക് അടച്ചു വയ്ക്കണം. ഇത് തുറന്നു വെച്ചാൽ മാവ് ഡ്രൈ ആയി പോവും. ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ നമുക്ക് മാവ് കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും. ഈ സമയം നമുക്ക് ഇതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ്റെ പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി. പിന്നെ 1/4 ടീസ്പൂണ് കുറവ് മല്ലിപ്പൊടി. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് മാവ് കുഴയ്ക്കുന്നതിന് മുമ്പേ ചെയ്ത് വെച്ചാൽ നമുക്ക് ചിക്കനിലൊക്കെ മസാല നന്നായി പിടിച്ച് കിട്ടും. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലും കൂടി ചൂടായി വന്നാൽ ചിക്കൻ പീസുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കണം. ഈ ചിക്കൻ നമുക്ക് വേവിച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷേ ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഈ ചിക്കൻ 2 സൈഡും ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഓയിൽ നിന്നും മാറ്റാം. അടുത്തതായി ഇതേ പാനിൽ തന്നെ നമുക്ക് ഈ ഫില്ലിങ്ങും തയ്യാറാക്കി എടുക്കാം. അതിനായി നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഓയിലും കൂടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ച് വെച്ചതും പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. പിന്നെ 1 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചതിന് ശേഷം അത് ചെറുതായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളകും വളരെ നേരിയതായിട്ട് തന്നെയാണ് ഞാനിത് മുറിച്ച് ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ നമുക്ക് മുറിച്ച് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം സൈസുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതും വളരെ കനം കുറച്ചിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വളരെ നേരിയതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇവിടെ കുറച്ചൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. മുളക് പൊടി ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല. പിന്നെ ചിക്കനിൽ നല്ലവണ്ണം മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മസാലയിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ പച്ചമുളകും കുരുമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഈ മസാലയുടെ പച്ചമണം മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കണം. ഇത് നന്നായി ഉടച്ചിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങ് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം.
എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നന്നായി മിക്സായി വന്നാൽ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ ചിക്കൻ ഇതുപോലെ പിച്ചിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനും നന്നായി ചെറിയതായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിലും കുറവ് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ്ങിന് ഞാനിവിടെ ഓവറായിട്ട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഒരു സിമ്പിൾ മസാലയാണ് ഈ ഒരു ഡിഷിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. അതും ഈ പറഞ്ഞ പോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞത് വേണം ചേർക്കാൻ. ഈ മസാല നന്നായി വഴറ്റിയിട്ട് കുറച്ച് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ എല്ലാം ഇവിടെ മിക്സായി കുറച്ച് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ബട്ടർ ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത്. ഇത് എന്തിനാണെന്നത് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്കിതിനെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ ഉരുളകളാക്കി എടുക്കണം. ഇതുപോലെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ മാവിനെ ഞാൻ 8 ഉരുളകളായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ടേബിൾ കൗണ്ടറിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായി പരത്തിയെടുക്കാം. കുറച്ച് ഓയിൽ കയ്യിലാക്കിയാൽ ഈ മാവ് നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിനെ നമ്മൾ വളരെ നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഈ ഒരു ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാനും ശ്രദ്ധിക്കണം. എന്നാലേ നമുക്കിത് റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് പരത്തിയെടുക്കണം. അഥവാ പരന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ചായി ഓയിൽ തേച്ചിട്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിന് മുകളിലൂടെ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെയും ഓയിലിൻ്റെയും ആ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. വെറും ഓയിൽ തടവിയാലും കുഴപ്പമില്ല, പക്ഷെ ഓയിൽ തടവിയതിനേക്കാളും സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കിയ മസാല വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് 2 സൈഡിൽ നിന്നും ക്രോസ് ആയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി മസാലയുടെ ഒരു സൈഡിൽ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഇതുപോലെ റോൾ ചെയ്ത് എടുക്കണം. ഇത് കാണുന്നത് പോലെ അത്ര ടഫൊന്നുമല്ല. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പൊടി ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുകയൊന്നും വേണ്ട. ഡയറക്റ്റ് പാനിൽ വെച്ചിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാനിത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാനിൽ നേരിയ ഒരു ലെയറായിട്ട് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ അധികം ആവരുത്. അപ്പോൾ ഓയിൽ ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ റോൾ ചെയ്ത് വെച്ച ഈ മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. അധികം നേരിയ രീതിയിൽ ഇത് പരത്തിയെടുക്കരുത്. ചെറിയൊരു പൂരിയുടെ വലുപ്പത്തിൽ മാത്രം പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഉയരം കുറവുള്ള പാനാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടി കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോവുകയും ഉള്ളിലധികം വേവാത്തതുപോലെ ഉണ്ടാകും. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ച് ഫ്രൈ ആയി വന്നാൽ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം പൊങ്ങി വരുന്നതായി കാണാൻ കഴിയും.
രണ്ട് സൈഡും കളർ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു കളർ ആകുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്കിതിൽ ലെയറുകൾ കാണാൻ കഴിയുന്നുണ്ടാകും. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായാലും നമുക്ക് ഫ്രൈ ആയി എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ കിടിലൻ വെറൈറ്റി സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണം.